സസ്പെൻഷൻ നടപടിയിലൂടെ കോൺഗ്രസിന് പുറത്തും നേതാക്കളുടെയും പ്രവർത്തകരുടെയും പിന്തുണയിലൂടെ പാർട്ടിക്ക് അകത്തുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായി പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വന്നു. നിലവിൽ വൈസ് പ്രസിഡന്റായിരുന്ന OJ ജിനീഷാണ് പുതിയ പ്രസിഡന്റ്. ഇതിൽ ചില്ലറ അതൃപ്തിയൊക്കെയുണ്ട്. പ്രസിഡന്റ് പദവി ആഗ്രഹിച്ചിരുന്ന അബിൻ വർക്കി ചോദിക്കുന്നു, താൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ പരിഗണിക്കാതിരുന്നത് എന്ന്. യൂത്ത് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കെ പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഇപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് അബിൻ വർക്കിയായിരുന്നു. അംഗത്വത്തിലും തെരഞ്ഞെടുപ്പിലും കൃത്രിമമുണ്ടെന്ന് പിന്നീട് കോടതി തന്നെ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,68,588 വോട്ടുകൾ അബിൻ നേടിയിരുന്നു. ജയിച്ച രാഹുലുമായി 53,398 വോട്ടിന്റെ വ്യത്യാസം മാത്രം. പക്ഷേ ഇപ്പോൾ പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചപ്പോൾ അന്ന് വെറും തുച്ഛമായ വോട്ട് മാത്രം കിട്ടിയ ജനീഷ് പ്രസിഡന്റായി. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നേരത്തെ ഐ ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിച്ചെങ്കിലും ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ് ജനീഷ്. അബിൻ വർക്കിക്ക് അതൃപ്തി ഉണ്ടാകുന്നത് സ്വാഭാവികം. അതുകൊണ്ടാണ് തനിക്ക് നൽകിയ ദേശീയ സെക്രട്ടറി പദവിയോട് വലിയ താല്പര്യം കാണിക്കാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട്. ഞാൻ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിക്കും. പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട്, എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം. ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി, ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി, അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട്, എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കും. അല്ലാതെ ഞാൻ പാർട്ടിയെ തിരുത്തിക്കാനുള്ള ആളോ അതിനുള്ള ആവതുള്ള ആളല്ല ഞാൻ. പക്ഷെ ഞാൻ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ നേതൃത്വത്തെ തീരുമാനിക്കണമെന്നത് രാഹുൽ ഗാന്ധി നടപ്പാക്കിയ പരിഷ്കാരമാണ്. അതാണിപ്പോൾ യൂത്ത് കോൺഗ്രസിൽ അട്ടിമറിക്കപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞപ്പോൾ അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ പ്രസിഡന്റ് ആകുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. പക്ഷേ കോൺഗ്രസിൽ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകും. നേതാക്കളോടുള്ള കൂറ്, സാമുദായിക പരിഗണന, ഇതെല്ലാം പരിഗണിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് നാഥനില്ല എന്ന അവസ്ഥ മാറിക്കിട്ടി.